സോണ്ടേഴ്സ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ് സീരീസിന്റെ 4ാമത്തെ സെഷനിലോട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം NCLEX RN എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ നഴ്സസിന്റെയും ഒരു സ്വപ്നമാണ്. എന്നെങ്കിലും ഒരിക്കൽ ഒരു NCLEX RN എക്സാം എഴുതിയെടുക്കുക അല്ലെങ്കിൽ അതിൽ പാസ്സാകുക എന്നുള്ളത്. അപ്പൊ അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ടെക്സ്റ്റ് ബുക്കാണ് സോണ്ടേഴ്സ് പബ്ലിക്കേഷന്റെ ടെക്സ്റ്റ് ബുക്ക്. അതായത് സോണ്ടേഴ്സ് കോംപ്രിഹെൻസീവ് റിവ്യൂ NCLEX RN എക്സാമിനേഷന്റെ 2 ടെക്സ്റ്റ് ബുക്കുകൾ. അതിൽ ഒന്ന് നമ്മുടെ ഈ ഒരു തിയറി പോർഷനും രണ്ടാമത് വരുന്നത് അതിന്റെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ ഡിസ്കഷൻ വരുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു റാഷണൽസ് വരുന്ന മറ്റൊരു ടെക്സ്റ്റ് ബുക്ക്. മെയിനായിട്ട് ഈ 2 ടെക്സ്റ്റ് ബുക്കുകളാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. സോ ഇതുകൂടാതെ ഒരുപാട് പബ്ലിക്കേഷന്റെ ബുക്സ് ഉണ്ടെങ്കിലും ഏറ്റവും തറവായിട്ടുള്ള കറക്റ്റ് NCLEX RN എക്സാമിന്റെ അതേ പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ 2 ടെക്സ്റ്റ് ബുക്കുകളിലായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യാൻ വേണ്ടി അറിഞ്ഞിരിക്കേണ്ട എല്ലാ തിയറി ടോപ്പിക്സുകളും അല്ലെങ്കിൽ തിയറി പോയിന്റുകളും നിങ്ങൾക്ക് കോംപ്രിഹെൻസീവ് ആയിട്ട് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷന് ഈ 2 ടെക്സ്റ്റ് ബുക്ക് തന്നെ തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് NCLEX RN പാറ്റേണിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. അതിലെങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യനിലെ റൈറ്റ് ആൻസറിൽ എത്തിച്ചേരുന്നതെന്നും പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഓരോ ടോപ്പിക്കായിട്ട് പഠിക്കാത്തതെന്ന് പറഞ്ഞാൽ ആ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമുക്ക് അത്രത്തോളം ക്വസ്റ്റ്യൻ ചിലപ്പോൾ ബോറായിട്ട് തോന്നാം, ചിലപ്പോൾ നമുക്കൊരു അത്ര താല്പര്യം കുറഞ്ഞു പോകാം, ചിലപ്പോൾ എന്താ പറയുക ഒരു ടോപ്പിക്ക് മാത്രത്തിൽ സ്പെസിഫൈഡ് ആയിട്ട് സ്റ്റക്കായി പോകും. ഓക്കെ, അതുകൊണ്ട് ആണ് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അതായത് മിക്സഡ് ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ നഴ്സിംഗിന്റെ എല്ലാ സബ്ജക്ട്സും പീഡിയാട്രിക്സും ഒബ്സ്റ്റട്രിക്സും മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗും ഫാർമക്കോളജിയും പെത്തോളജിയും മൈക്രോബയോളജി എല്ലാം കവർ ചെയ്യുന്ന തരത്തിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് നോക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓരോ ക്വസ്റ്റ്യനും അതിന്റെ ഓപ്ഷൻസ് കൃത്യമായിട്ട് വേർഡ് ബൈ വേർഡ് നിങ്ങൾ വായിക്കുക. കാരണം NCLEX RN ഓരോ ക്വസ്റ്റ്യനിലും ഒരു സീക്രട്ട് വേർഡ് അവിടെ ഒരു കോഡുള്ള ഒരു വേർഡ് അവിടെ ഉണ്ടാകും. ആ വേർഡ് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓപ്ഷനിലോട്ട് പോകേണ്ടത്. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ഇന്ന് നമ്മൾ 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ഓൺ അസസ്മെന്റ് ഓഫ് എ ന്യൂ ബോൺ ബീങ് അഡ്മിറ്റഡ് ടു ദ നഴ്സറി, the nurse palpates the anterior fontanelle and notes that it feels soft. ഓക്കെ, ഇവിടെ നഴ്സറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മുടെ കുഞ്ഞുങ്ങളെ അഡ്മിറ്റ് ചെയ്യുന്ന ന്യൂനേറ്റ്സിനെ അഡ്മിറ്റ് ചെയ്യുന്ന സ്പേസിനെയാണ് ഈ ഒരു നഴ്സറി എന്ന് പറയുന്നത്. ഇവിടെ ഒരു ന്യൂ ബോൺ ആണ് നഴ്സറിയിൽ അഡ്മിറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കുഞ്ഞ് നമ്മുടെ ഒരു യൂണിറ്റിൽ അഡ്മിറ്റ് ആകുമ്പോൾ കുഞ്ഞിനെ നമ്മളവിടെ എക്സാമിനേഷൻ ചെയ്യും. മെയിൻലി ഒരു ന്യൂ ബോൺ ആകുമ്പോൾ പ്രധാനമായിട്ട് എക്സാമിൻ ചെയ്യുന്ന ഹെഡിൽ ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നോട്ട് ചെയ്യുന്ന 2 പാർട്ടുകൾ, ഒന്ന് ആന്റീരിയർ ഫോണ്ടനലും മറ്റൊന്ന് പോസ്റ്റീരിയർ ഫോണ്ടനലും. അതായത് ഏതൊരു കുഞ്ഞ് ജനിക്കുമ്പോഴും ഈ 2 ഫോണ്ടനലും അവിടെ പാൽപ്പബിൾ ആണ്. എന്നാൽ പോസ്റ്റീരിയർ ഫോണ്ടനൽ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഒരു 1.5 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവിടെ എന്ത് ചെയ്യും, അതവിടെ ക്ലോസ് ആകും അല്ലെ. എന്നാൽ ആന്റീരിയർ ഫോണ്ടനലിൽ കുറച്ചുകൂടി സമയം കൂടുതൽ എടുത്താണ് അത് ക്ലോസ് ആകുന്നത്. ഇവിടെ ഈ കുഞ്ഞിനെ നേഴ്സ് അവിടെ എക്സാമിൻ ചെയ്തപ്പോൾ എന്ത് മനസ്സിലായി, ആന്റീരിയർ ഫോണ്ടനല് സോഫ്റ്റ് ആണ് എന്ന് മനസ്സിലായി. എങ്കിൽ the nurse determines that this finding indicates which condition. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നും ആ ഒരു ആന്റീരിയർ ഫോണ്ടനൽ സോഫ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ നിന്നും എന്താണ് ആ നേഴ്സ് ഫൈൻഡ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓപ്ഷൻ ഡീഹൈഡ്രേഷൻ ആണ്. അതായത് കുഞ്ഞിന് ഈ ന്യൂ ബോണിന് ഡീഹൈഡ്രേഷൻ ഉണ്ടെന്നാണോ, അതോ നോർമൽ ഫൈൻഡിങ് അതായത് സോഫ്റ്റ് ആയിരിക്കുന്നത് നോർമൽ ഫൈൻഡിങ് ആണോ, അതോ ഇൻക്രീസ്ഡ് ഇൻട്രാക്രേനിയൽ പ്രഷർ അതായത് കുഞ്ഞിന്റെ തലയ്ക്കുള്ളിൽ ഹെഡിനുള്ളിൽ ഇൻട്രാക്രേനിയൽ പ്രഷർ ICP വന്നിട്ട് കൂടുതലാണെന്നാണോ, അതോ കുഞ്ഞ് 2 ആഴ്ചയോളം പോസ്റ്റ് ടേം അതായത് ഡെലിവറി നടന്നത് പൂർണ്ണ വളർച്ചയെത്തിയ ടേം ബേബി അല്ല, പോസ്റ്റ് ടേം ബേബിയാണ്. കുഞ്ഞ് ജനിച്ചത് പോസ്റ്റ് ടേം 2 ആഴ്ചയോളം ഡിലേ ആയിട്ടാണ് കുഞ്ഞ് ജനിച്ചത് എന്നാണോ? ഇതിൽ ഏത് ഫൈൻഡിങ്സ് ആണ് ആന്റീരിയർ ഫോണ്ടനല് സോഫ്റ്റ് ആണ് എന്നതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്? അപ്പൊ നമുക്ക് അതിന്റെ ആൻസറിലോട്ട് പോകുന്നതിന് മുന്നേ ആന്റീരിയർ ഫോണ്ടനലിനും പോസ്റ്റീരിയർ ഫോണ്ടനലിനെ കുറിച്ച് നോക്കാം. ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് കുഞ്ഞിന്റെ ഹെഡാണ്, ഇത് ഫേസിന്റെ ഭാഗമാണ്, ഈ മുകളിൽ വരുന്ന ഈ ഒരു ഭാഗമാണ് ആന്റീരിയർ ഫോണ്ടനല് എന്ന് പറയുന്നത്. പിൻഭാഗത്ത് ഇവിടെയും ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്, ഇതിനെ പോസ്റ്റീരിയർ ഫോണ്ടനൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ബോണുകളെ കുറിച്ച് അറിയാം. ഫ്രണ്ടിൽ വരുന്ന ഈ ബോണുകൾ 2 ഫ്രണ്ടൽ ബോണാണ്, ഇവിടെ 2 പാരൈറ്റൽ ബോണാണ്, ഇവിടെ ഒരു ഒസിപ്പിറ്റൽ ബോൺ ഉണ്ട്. ഈ ബോണുകൾ ജോയിൻ ചെയ്യുന്ന ഭാഗത്താണ് ഇവിടെ ഒരു ഷേപ്പിൽ, ഈ ഒരു ഡയമണ്ട് ഷേപ്പിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതിന് ഡയമണ്ട് ഷേപ്പ്, ആ ഷേപ്പ് നിങ്ങൾ ഓർത്തിരിക്കുക, അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. ഡയമണ്ട് ഷേപ്പിലുള്ള ഫോണ്ടനല് ഏതെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ആന്റീരിയർ ഫോണ്ടനല്. വെൻ എ ബേബി ബോൺ അതായത് ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ഈ
ഫോണ്ടനല്ലേ രണ്ടും പാൽപ്പബിൾ ആയിരിക്കും. കാരണം അവിടെ കംപ്ലീറ്റ്ലി ബോണി പാർട്ട് ജോയിൻ ചെയ്തിട്ടില്ല. ആ ഒരു സ്യൂച്ചറിങ്, അവിടെ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ട്. അതിനെയാണ് ഫോണ്ടനല്ലേ എന്ന് പറയുന്നത്. സെയിം ലൈക്ക് ദിസ് ഇവിടെ പോസ്റ്റീരിയർ സൈഡ് രണ്ട് പരേറ്റൽ ബോണും നമ്മുടെ ഒസിപ്പിറ്റൽ ബോണും ജോയിൻ ചെയ്യുന്ന ഈ ഭാഗത്ത് ഒരു ഫോണ്ടനല്ലേ കാണുന്നുണ്ട്. അതിനെന്ത് പറയുന്നു? പോസ്റ്റീരിയർ ഫോണ്ടനല്ലേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പോസ്റ്റീരിയർ ഫോണ്ടനല്ലേ കുഞ്ഞ് ജനിച്ച് പെട്ടെന്ന് തന്നെ ക്ലോസ് ആകും. പക്ഷേ ഇവിടെ പെട്ടെന്ന് മീൻസ് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ക്ലോസ് ആകും. പക്ഷേ ആൻറ്റീരിയർ ഫോണ്ടനല്ലേ കുറച്ച് സമയം എടുക്കും. കുഞ്ഞൊന്നും കൂടെ ഒന്ന് വളർന്ന് മെച്യൂറായി വരുന്നതിനനുസരിച്ചിട്ടായിരിക്കും ആൻറ്റീരിയർ ഫോണ്ടനല്ലേ നമുക്ക് ക്ലോസ് ആകുന്നത്. ഇവിടെ കുഞ്ഞ് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? നമ്മൾ എക്സാമിനേഷൻ ചെയ്തു. അവിടെ ഈ ആൻറ്റീരിയർ ഫോണ്ടനല്ലേ സോഫ്റ്റ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഏകദേശം ആൻറ്റീരിയർ ഫോണ്ടനല്ലേ ക്ലോസ് ആകണമെങ്കിൽ 12 മുതൽ 18 മാസം വരെ എടുക്കും. അതായത് 1 വയസ്സിനും 1.5 വയസ്സിനും ഇടയ്ക്കാണ് ഇത് കംപ്ലീറ്റ്ലി ക്ലോസ് ആകുന്നത്. അതുവരെയും നമുക്കവിടെ തൊടുമ്പോൾ എന്ത് തന്നെയായിരിക്കും? വളരെ സോഫ്റ്റ് തന്നെയായിരിക്കും. എന്നാൽ ഇത് തൊട്ട് നോക്കേണ്ടത്, എക്സാമിൻ ചെയ്യേണ്ടത്, പാൽപ്പേറ്റ് ചെയ്ത് നോക്കേണ്ടത്, ഒരുപാട് പ്രഷറോടെ കൊടുക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് വിരൽ വെച്ചൊന്ന് പാൽപ്പേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം കുഞ്ഞിന് ഡീഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ, കുഞ്ഞിൻ്റെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ ഇവിടെ ആ ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഈ ഫോണ്ടനല്ലേ എന്തായിട്ട് മാറും? ഡിപ്രസ്ഡ് ആയിട്ട് അവിടെ കാണാൻ പറ്റും. അവിടെ ഡീഹൈഡ്രേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആൻറ്റീരിയർ ഫോണ്ടനല്ലിൽ അവിടുത്തെ ടിഷ്യൂസ് അവിടെ ഡിപ്രസ്ഡ് ആയിട്ട് കുഴിഞ്ഞിരിക്കുന്നതായിട്ട് ഒരു ഡിപ്പ് പോലെ അവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി അവിടെ ഈ കുഞ്ഞിന്റെ ഹെഡിനുള്ളിൽ ഹൈഡ്രോസെഫാലസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കണ്ടീഷൻസ് കൊണ്ട് ഇൻട്രാക്രേനിയൽ പ്രഷർ ICP കൂടുതലാണെങ്കിൽ ഈ ആൻറ്റീരിയർ ഫോണ്ടനല്ലേ അവിടെ ബൾജ്ഡ് ആയിട്ട് കാണാൻ പറ്റും. അണ്ടർസ്റ്റുഡ്? നോർമലി ഇവിടെ വളരെ സോഫ്റ്റ് ആയിരിക്കും. എന്നാൽ ഇവിടെ ഇങ്ങനെ കുഴിവ് പോലെ ഒരു ഡിപ്രസ്ഡ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡീഹൈഡ്രേഷൻ ആണ്. എന്നാൽ ഈ ആൻറ്റീരിയർ ഫോണ്ടനല്ലേ ബൾജിങ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇൻക്രീസ്ഡ് ഇൻട്രാക്രേനിയൽ pressure. Now you understood and now you got the correct option of this question. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 2 ഫോണ്ടനല്ലേ നമുക്ക് അവരുടെ തലയിൽ ഹെഡിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് ആൻറ്റീരിയർ ഫോണ്ടനല്ലേയും മറ്റൊന്ന് പോസ്റ്റീരിയർ ഫോണ്ടനല്ലേയും. ആൻറ്റീരിയർ ഫോണ്ടനല്ലേ അവിടെ എത്ര സമയം എടുത്തിട്ടാണ് അത് ക്ലോസ് ആകുന്നത്? കുഞ്ഞിന് 1 വയസ്സ് അല്ലെങ്കിൽ 1.5 വയസ്സാകുന്നതിന് ഇടയ്ക്ക് വെച്ചിട്ടാണ് ഈ ഫോണ്ടനല്ലേ ക്ലോസ് ആകുന്നത്. അതുകൂടാതെ 2 ഫോണ്ടനല്ലേ, ഈ തലയിലുള്ള മറ്റെല്ലാ ഫോണ്ടനലിലും എന്താണ് ഏറ്റവും ലാർജസ്റ്റ് ഫോണ്ടനല്ലേ എന്നറിയപ്പെടുന്നത് ആൻറ്റീരിയർ ഫോണ്ടനല്ലേ ആണ്. പോസ്റ്റീരിയർ ഫോണ്ടനല്ലേ 6 ആഴ്ചയ്ക്കും 8 ആഴ്ചയ്ക്കും ഇടയ്ക്കായിട്ട് ഏകദേശം ഒരു 1.5 മാസത്തിനകത്തുള്ളിലാണ് അത് ക്ലോസ് ആകുന്നത്. അത് ഇത്തിരി ചെറുതാണ് കേട്ടോ. ഇനി അടുത്ത് പറയുന്നത് നമ്മുടെ ഫൈൻഡിങ്സ് ആണ്. ഇത് നോർമൽ എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിരിക്കും. സങ്കൺ ഫോണ്ടനല്ലേ അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ഫോണ്ടനല്ലേ അങ്ങനെയാണെങ്കിൽ ഡീഹൈഡ്രേഷൻ ആണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻറ്റീരിയർ ഫോണ്ടനല്ലേ ബൾജ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇൻക്രീസ്ഡ് ഇൻട്രാക്രേനിയൽ പ്രഷർ ആണ്. സോണ്ടേഴ്സിൽ ഈ ഒരു പോയിന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഡിസ്കഷൻ ക്ലാസ്സിലൂടെ പറയുന്ന ഓരോ പോയിന്റും നിങ്ങളുടെ ജീവിതത്തിൽ ഏത് നഴ്സിംഗ് എക്സാം നിങ്ങൾ എഴുതിയാൽ, അതൊരു സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അറേബ്യൻ കൺട്രീസിൽ പോകുന്ന UAE എക്സാംസോ അല്ലെങ്കിൽ UK എഴുതുന്ന നിങ്ങളുടെ എക്സാംസ് ഏത് തന്നെയായാലും അവിടെ എല്ലാം ഈ ഒരു പോയിന്റ് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ഓൾവേസ് ദിസ് ക്ലാസ്സസ് വിൽ ബി യൂസ്ഫുൾ ഫോർ യു. അപ്പോൾ ക്ലാസ് കാണുന്നതിനൊപ്പം നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ ചാനൽ റെഫർ ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടെ സോഫ്റ്റ് ആണ്, ആൻറ്റീരിയർ ഫോണ്ടനല്ലേ സോഫ്റ്റ് ആണ് എങ്കിൽ ഇത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഡീഹൈഡ്രേഷൻ ആണോ? അല്ല. ഡീഹൈഡ്രേഷൻ ആണെങ്കിൽ അവിടെ സങ്കൺ ഫോണ്ടനല്ലേ ആണ് വരേണ്ടത്. ഇനി ഇൻട്രാക്രേനിയൽ പ്രഷർ കൂടുതലാണോ? അല്ല. എങ്കിൽ അവിടെ ബൾജായിട്ടാണ് വരേണ്ടത്. ഇത് ഒരു നോർമൽ ഫൈൻഡിങ് ആണ്. കുഞ്ഞ് ജനിച്ച ആ ഒരു പോസ്റ്റ് ടേമാണ് ടേമുമായിട്ട് ഇതിനൊരു ബന്ധമില്ല. ഇതൊരു നോർമൽ ഫൈൻഡിങ് ആണ്. ഇറ്റ്സ് ഫീൽ സോഫ്റ്റ്. ആൻറ്റീരിയർ ഫോണ്ടനല്ലേ ഫീൽ സോഫ്റ്റ് മീൻസ് ഇറ്റ്സ് എ നോർമൽ finding. Now you understood the correct option is a normal finding. ഇനി നമുക്കൊരു ചെറിയൊരു എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതുകൂടെ ഒന്ന് വായിക്കാം. The anterior fontanelle is normally 2 to 3 centimeter in width, 3 to 4 centimeter in length and diamond like in shape. അണ്ടർസ്റ്റുഡ്? ആൻറ്റീരിയർ ഫോണ്ടനലിൻ്റെ സൈസാണ് പറയുന്നത്. നോർമലി 2-3 സെൻറ്റിമീറ്റർ വീതിയും 3-4 സെൻറ്റിമീറ്റർ നീളവുമുള്ള ഒരു ഡയമണ്ടിൻ്റെ ഷേപ്പിൽ വരുന്ന ഫോണ്ടനല്ലയാണ് ആൻറ്റീരിയർ ഫോണ്ടനല്ലേ. ഇത് നോർമലി എന്താണ്? സോഫ്റ്റ് ആണ്. നോർമലി അല്ലെങ്കിൽ വിച്ച് ഇസ് നോർമൽ അല്ലെങ്കിൽ ഫുള്ളോ ബൾജിങ്ങോ ആണെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇൻക്രീസ്ഡ് ഇൻട്രാക്രേനിയൽ പ്രഷറാണ്. അതുപോലെ ഡിപ്രസ്ഡ് ഫോണ്ടനല്ലേ ആണെങ്കിൽ അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഡീഹൈഡ്രേറ്റഡ് ആണ്. ഇൻ ദിസ് കണ്ടീഷൻ ഓഫ് ആൻറ്റീരിയർ ഫോണ്ടനൽ ഈസ് നോട്ട് ജനറലി ഇൻഫ്ലുവൻസ്ഡ് ബൈ പോസ്റ്റ് ടേം ഡെലിവറി. പോസ്റ്റ് ടേം ഡെലിവറിയുമായിട്ട് ഈ ഒരു ഫോണ്ടനല്ലെങ്കിൽ യാതൊരുവിധ ബന്ധവും ഇല്ല.
ഓക്കെ, ക്ലിയർ അല്ലേ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. 17ാമത്തെ ക്വസ്റ്റ്യൻ. എ ക്ലയന്റ് admitted to the hospital with a diagnosis of pneumocystis jirovecii pneumonia. It's very important question for NCLEX exam. So many times they asked this question. ഒരുപാട് ആൾക്കാർ റിപ്പീറ്റഡ് ആയിട്ട് അപ്പിയർ ചെയ്യുന്ന, അതായത് NCLEX എക്സാമിൻ്റെ NCLEX ആറിൻ്റെ എക്സാം എഴുതുന്ന ആൾക്കാർ പറയുന്ന, എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് നടക്കുമ്പോൾ അതിൽ അവർ കണ്ടു എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ന്യൂമോസിസ്റ്റിസ് ജിറോവേസി ന്യൂമോണിയ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു പേഷ്യൻറ്റിന് ന്യൂമോസിസ്റ്റിസ് ജിറോവേസി ന്യൂമോണിയ ഉണ്ട്. നമുക്കറിയാം ഇതൊരു ലങ് കണ്ടീഷൻ, ന്യൂമോണിയ ഇറ്റ്സ് എ ലങ് കണ്ടീഷനാണ്. അവിടെ എന്ത് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്? ഇൻട്രാവീനിയസ് IV പെൻഡമിഡിൻ എന്ന് പറയുന്ന ഡ്രഗ് അവിടെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഇന്റർവെൻഷൻ വുഡ് ദ നഴ്സ് പ്ലാൻ ടു ഇംപ്ലിമെന്റ് ദ സേഫ്റ്റി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദിസ് മെഡിക്കേഷൻ? പേഷ്യന്റിന് ന്യൂമോസിസ്റ്റിസ് ജിറോവേസി ന്യൂമോണിയ ഉണ്ട്. അങ്ങനെയുള്ള പേഷ്യന്റിന് പെൻഡമിഡിൻ ഡ്രഗ് കൊടുത്തിട്ട്, അപ്പോൾ ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഫാർമക്കോളജി ബേസ് ചെയ്തിട്ടാണ്. സോ NCLEXന് പ്രധാനമായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഫാർമക്കോളജി സെക്ഷനിൽ നിന്ന് പർട്ടിക്കുലർലി ഡ്രഗ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ സൈഡ് എഫക്ട്സ്, പ്രിക്കോഷൻസ്, പേഷ്യൻ്റ് ടീച്ചിങ്, നഴ്സിംഗ് റോള്, ഇതൊക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഓരോ പോയിന്റുകളും വെച്ചിട്ട് ഫാർമക്കോളജിയിൽ നിന്ന് പല ഡ്രഗ്സും ചോദിക്കാറുണ്ട്. ഇവിടെ നമുക്ക് ഈ കണ്ടീഷനല്ല പ്രാധാന്യം, ഈ ഡ്രഗിനാണ് പ്രാധാന്യം വരുന്നത്. ന്യൂമോസിസ്റ്റിസ് ജിറോവേസി ന്യൂമോണിയുള്ള പേഷ്യന്റിന് പെൻഡമിഡിൻ എന്നുള്ള ഡ്രഗ് പ്രിസ്ക്രൈബ് ചെയ്തു. അപ്പോൾ നമുക്ക് പാരസെറ്റാമോൾ കൊടുക്കുന്നത് പോലെയോ പാൻഡോപ്പ് കൊടുക്കുന്നത് പോലെയോ നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡ്രഗ് അല്ല പെൻഡമിഡിൻ എന്ന് പറയുന്നത്. ദർ ഷുഡ് ബി സം സേഫ്റ്റി കൺസിഡറേഷൻസ്. അത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ എന്താ പറയുന്നത്? ഇൻഫ്യൂസ് ഓവർ 1 hour ആൻഡ് അലോ ക്ലയന്റ് ടു ആംബുലേറ്റ്. അതായത് പേഷ്യന്റ് എന്ത് ചെയ്യുക, നടക്കാൻ അനുവദിക്കുക. 1 മണിക്കൂർ കൊണ്ട് നമ്മൾ മെഡിസിൻ ഇൻഫ്യൂസ് ചെയ്തിട്ട് പേഷ്യന്റിന് നോർമൽ ആക്ടിവിറ്റീസ് ആംബുലേറ്റ് ചെയ്യാൻ അനുവദിക്കുക. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് ഇൻഫ്യൂസ് ഓവർ 1 hour വിത്ത് ദ ക്ലയന്റ് ഇൻ സുപ്പൈൻ പൊസിഷൻ. അതായത് 1 മണിക്കൂർ സമയമെടുത്ത് പേഷ്യന്റ് സുപ്പൈൻ പൊസിഷനിലും, ഈ സിറ്റിംഗ് പൊസിഷനിലോ സ്റ്റാൻഡിംഗ് പൊസിഷനിലോ ഒന്നും പറ്റത്തില്ല, സുപ്പൈൻ പൊസിഷൻ, ഫ്ലാറ്റ് സുപ്പൈൻ പൊസിഷനിൽ കിടത്തി 1 hour കൊണ്ട് ഇൻഫ്യൂസ് ചെയ്യാം. മൂന്നാമത്തെ ഓപ്ഷൻ എന്താ പറയുന്നത്? അഡ്മിനിസ്റ്റർ ഓവർ 30 minutes. 30 മിനിറ്റ് കൊണ്ട് അഡ്മിനിസ്റ്റർ, 1 hourന്റെ ആവശ്യമില്ല, 30 മിനിറ്റ് മതി. ആൻഡ് റിക്ലൈനിങ് പൊസിഷനിലെ പേഷ്യന്റ്, ക്ലയന്റ് ഇൻ എ റിക്ലൈനിങ് പൊസിഷൻ. ആൻഡ് ദ ഫോർത്ത് ഓപ്ഷൻ എന്താ പറയുന്നത്? അഡ്മിനിസ്റ്റർ ബൈ IV പുഷ്. നോ നീഡ് ടു വെയിറ്റ് ഫോർ hours or 30 minutes. We can push it, just directly push it over 15 minutes. 15 minutesൽ അവിടെ IV പുഷ് ചെയ്യുക, പക്ഷേ പേഷ്യന്റ് സുപ്പൈൻ പൊസിഷനിൽ ആയിരിക്കണം. നിങ്ങൾക്ക് ഇതിവിടെ ആൻസറിലോട്ട് പോകുന്നതിന് മുന്നേ എന്താണ് പെൻഡമിഡിൻ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പെൻഡമിഡിന്റെ ഫാർമക്കോളജി നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. എന്തുകൊണ്ടാണ് ഞാൻ ഡയറക്ട്ലി തിയറി ടോപ്പിക്കിലോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ, ഇനി നിങ്ങൾക്ക് പെൻഡമിഡിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അത് ഏത് പോയിന്റിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾ എഴുതാൻ പ്രാപ്തരായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം ഈ ക്വസ്റ്റ്യനിലോട്ട് ആൻസർ ചെയ്യാൻ വരുന്നത്. ഓക്കെ, ഇവിടെ നോക്കൂ, ഇത് നമ്മുടെ ഒരു ഡ്രഗ് ബുക്കിൽ നിന്ന് ഞാൻ എടുത്തതാണ്. പെൻഡമിഡിൻ ഐസത്തിയോണേറ്റ് എന്ന് പറയുന്ന ഈ ഡ്രഗിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇത് നോർമലി ആന്റി ഫംഗൽ അല്ലെങ്കിൽ ആന്റി പ്രോട്ടോസോവൽ കാറ്റഗറിയിൽ വരുന്നതാണ്. പല രീതിയിൽ ഇവിടെ കൊടുക്കാറുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട ഇൻഡിക്കേഷൻസ്, ഏതൊക്കെ കണ്ടീഷൻസിനാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഏറ്റവും പ്രൈമറി ഇൻഡിക്കേഷൻ ആയിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടു പ്രിവെന്റ് ന്യൂമോസിസ്റ്റിസ് ജിറോവേസി ന്യൂമോണിയ അല്ലെങ്കിൽ കരീനൈ, ടു പ്രിവെന്റ് ന്യൂമോസിസ്റ്റിസ് ജിറോവേസി ന്യൂമോണിയ. അതുപോലെ തന്നെ ടു ട്രീറ്റ് ന്യൂമോകോക്സിസ്റ്റിസ് ജിറോവേസി ന്യൂമോണിയ. ഇത് രണ്ടിനും, ഇത് വരാതെ നോക്കാനും അതുപോലെ അത് വന്നാൽ ട്രീറ്റ് ചെയ്യാനും, 2 കണ്ടീഷനിലും പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗാണ്, ഒരു ആന്റി പ്രോട്ടോസോവൽ ഡ്രഗാണ് ഈ പെൻഡമിഡിൻ എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു മെക്കാനിസം ഓഫ് ആക്ഷൻ ഒന്നും പറയേണ്ട കാര്യമില്ല, പക്ഷേ ഇവിടുത്തെ കോൺട്രാ ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇൻകോമ്പാറ്റിബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഡോണ്ട് മിക്സ് ദിസ് പെൻഡമിഡിൻ വിത്ത് അതർ ഡ്രഗ്സ് വൈൽ യു ആർ അഡ്മിനിസ്ട്രിങ് പെൻഡമിഡിൻ. വെൻ യു ആർ അഡ്മിനിസ്ട്രിങ് പെൻഡമിഡിൻ, ഡോണ്ട് മിക്സ് വിത്ത് എനി അതർ ഡ്രഗ്സ്. ഇറ്റ് ഷുഡ് ബി എ സെപ്പറേറ്റ് dedicated line. We should not mix with any other drugs or with saline solution because precipitations may occur. എന്തുകൊണ്ട് നമ്മൾ ഈ പെൻഡമിഡിൻ മറ്റു ഡ്രഗ്സുമായിട്ട് അവിടെ മിക്സ് ചെയ്യരുത് അല്ലെങ്കിൽ സലൈനായിട്ട് മിക്സ് ചെയ്തെന്ന് പറയുന്നത്? ഇറ്റ് മേ കോസ്
precipitation. അതിനുള്ളിൽ നമ്മുടെ വെള്ള വൈറ്റ് കളറിലുള്ള precipitations ഫോം ചെയ്യാം. And it is not good for the patient. It will cause complications. So we should not mix this pentamidine with any other drugs. അതുപോലെ തന്നെ ഈ ഡ്രഗ് ആർക്കും നമ്മൾ കൊടുക്കാൻ പാടില്ല? Those who are allergic or anaphylactic reaction, history of anaphylactic reactions to pentamidine. ഓൾറെഡി പെൻറ്റമിഡിൻ കൊടുക്കുന്ന സമയത്ത് അനഫ്ലാക്റ്റിക് റിയാക്ഷൻ ഹിസ്റ്ററി ഉള്ളവർക്ക് അവർക്ക് നമ്മൾ വീണ്ടും പെൻറ്റമിഡിൻ കൊടുക്കരുത്. അതുപോലെ തന്നെ ഇൻട്രാക്ഷൻ വിത്ത് ഡ്രഗ് എന്ന് പറഞ്ഞ് ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അത് വായിക്കാം. ആക്ച്വലി ബോൺ മാരോ ഡിപ്രസൻസ്, ഡ്രഗ്സ് ദാറ്റ് കോസ് ബ്ലഡ് ഡിസ്ക്രാസിയസിസ്, അതുപോലെ അവിടെ എന്തുണ്ട്, ഹെമറ്റോളജിക്കൽ എഫക്റ്റുകൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ എറിത്രോമൈസിൻ കിട്ടുന്ന പേഷ്യൻറ്റിന് അവിടെ നമ്മൾ ഈ ഒരു ഡ്രഗുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോർസൈഡ്സ് ഡി പോയിന്റ്സ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നെഫ്രോടോക്സിക് ഡ്രഗ്സുമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നെഫ്രോടോക്സിസിറ്റി കൂടുതലാകാൻ, അതായത് നമ്മുടെ കിഡ്നിയെ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതെല്ലാം നമ്മുടെ മനസ്സിൽ എപ്പോഴും കൺസിഡറേഷനിൽ ഉണ്ടാകണം. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇറ്റ്സ് റിലേറ്റഡ് ടു അഡ്വേഴ്സ് എഫക്ട്സ്, അഡ്വേഴ്സ് റിയാക്ഷൻസ്. ഈ ഒരു പെൻറ്റമിഡിൻ എടുക്കുന്ന സമയത്ത് പേഷ്യൻ്റ് എന്തൊക്കെ ഉണ്ടാകാം? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ പേഷ്യൻ്റ് ചിൽസ്, കൺഫ്യൂഷൻ, ഡിസിനസ്, ഫെറ്റിക്, ഫീവർ, ഹാലൂസിനേഷൻസ്, ഹെഡേക്ക്, അതായത് IV ഫോമിലോ IM ഫോമിലോ നമ്മൾ കൊടുക്കുമ്പോൾ ഈ ഇതുപോലുള്ള സിംറ്റംസ് അവിടെ, അഡ്വേഴ്സ് റിയാക്ഷൻസ് അവിടെ ഉണ്ടാകാം. പേഷ്യൻറ്റിന് കൺഫ്യൂഷനും ഡിസിനസ്സും അവിടെ നടക്കുമ്പോൾ വീഴാനും തളർച്ചയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അഡ്വേഴ്സ് റിയാക്ഷൻസ് ഉണ്ടാകാം. കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിലാണെങ്കിലോ അരിത്മിയാസും, എഡിമ, ഹൈപ്പോടെൻഷൻ, ടോർസൈഡ് പോയിന്റ്സ്, വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ, അതായത് കാർഡിയാക് റിതത്തിനെ ഇത് ബാധിക്കും. IV ഫോമിലോ IM ഫോമിലോ കൊടുക്കുമ്പോൾ നമുക്കവിടെ അരിത്മിയാസ്, ഡിസരിത്മിയാസ് ഉണ്ടാകാം. BP പെട്ടെന്ന് കുറഞ്ഞു പോകാം. ടോർസൈഡ് ഡേ പോയിന്റ്സ്, ECG വേരിയേഷൻസ് ഉണ്ടാകാം. വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ ഉണ്ടാകാം. സോ ദീസ് ആർ ദ സൈഡ് എഫക്ട്സ് ഓഫ് CNS ആൻഡ് CV. അതുപോലെ തന്നെ ENTയിൽ ENT, ഐ, ഇയർ, നോസ്, ത്രോട്ട്, ബിറ്റർ, ഈ ഒരു ഡ്രഗ് കഴിക്കുന്ന ഏത് ഫോമിലായാലും അവിടെ നമുക്കൊരു മെറ്റാലിക് ടേസ്റ്റ്, ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം ക്വസ്റ്റ്യൻസ്. പെൻറ്റമിഡിൻ എടുക്കുന്ന പേഷ്യൻ്റ് ഈസ് കംപ്ലൈനിങ് അബൌട്ട് എന്താണ് മെറ്റാലിക് ടേസ്റ്റ് ഓർ ബിറ്റർ ടേസ്റ്റ് ഇൻ ദ മൗത്ത്. സോ വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്? ഇറ്റ് ഈസ് എ നോർമൽ ഓർ അഡ്വേഴ്സ് റിയാക്ഷൻ എക്സ്പെക്റ്റഡ് ഇൻ ദ പെൻറ്റമിഡിൻ, ബിറ്റർ ഓർ മെറ്റാലിക് ടേസ്റ്റ്. അതുപോലെ ഈ പെൻറ്റമിഡിൻ ഇൻഹലേഷൻ ഫോമിൽ ശ്വസിക്കുന്ന രീതിയിലാണ് എടുക്കുന്നതെങ്കിൽ ഫാരിഞ്ചൈറ്റിസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഡയബറ്റീസ് മെലിറ്റസ്, ഹൈപ്പർഗ്ലൈസീമിയ ഉണ്ടാകാം. അതുപോലെ ഹൈപ്പോഗ്ലൈസീമിയ ചിലപ്പം ഉണ്ടാകാം. GI സിസ്റ്റത്തിൽ അബ്ഡോമിനൽ പെയിൻ ഉണ്ടാകാം, അനോറക്സിയ ഉണ്ടാകാം. ഇതുപോലെയുള്ള പ്രോബ്ലംസ് എല്ലാം ഉണ്ടാകാൻ ചാൻസ് ഉള്ള, അഡ്വേഴ്സ് റിയാക്ഷൻസ് ഉള്ള ഒരു ഡ്രഗാണ് പെൻറ്റമിഡിൻ. സോ വാട്ട് ഈസ് അവർ പ്രിക്കോഷൻ? വി ഷുഡ് നോട്ട് അലൗ ദ പേഷ്യൻറ്റ് ടു വാക്ക്. അല്ലെ, ഈ ഡ്രഗ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഉടനെ പേഷ്യൻറ്റിനോട് നടക്കാൻ അനുവദിക്കരുത്. കാരണം ഇതുപോലത്തെ അഡ്വേഴ്സ് റിയാക്ഷൻസ് ഉണ്ടാകാം എന്നുള്ളൊരു പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം. നെക്സ്റ്റ്, ഈ ഡ്രഗ് കൊടുക്കുമ്പോൾ നഴ്സസ് എന്തൊക്കെ പോയിന്റുകൾ ശ്രദ്ധിക്കണം? സ്റ്റോർ പെൻറ്റമിഡിൻ അറ്റ് റൂം ടെമ്പറേച്ചർ, പ്രൊട്ടക്റ്റഡ് ഫ്രം ലൈറ്റ്. ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റിൽ നിന്നോ എക്സ്പോഷർ ഉണ്ടാകാതെ റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിക്കുക. നമ്മൾ ഒരു പ്രാവശ്യം അത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ അത് യൂസ് ചെയ്യണം. IV യൂസിനാണെങ്കിൽ 300 mg വയലിലാണ് നമ്മൾ 3 to 5 ml സ്റ്റെറൈൽ വാട്ടറിൽ, നോർമൽ സലൈനിലല്ല. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഷുഡ് ബി ഡയലേറ്റഡ് ഇൻ സ്റ്റെറൈൽ വാട്ടർ ഫോർ ഇഞ്ചക്ഷൻ ഓർ D5 വാട്ടർ, അതായത് നമ്മുടെ ഡെക്സ്ട്രോസ് മിക്സ് ചെയ്ത് വരുന്ന D5 വാട്ടർ ഉണ്ട്, അതിലോ ആണ് മിക്സ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് ബി ഇൻഫ്യൂസ്ഡ് ഓവർ 1 to 2 hours, 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ എടുത്ത് വേണം. വളരെ സ്ലോലി മാത്രമേ ഇത് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ. ഒപ്പം തന്നെ നമ്മൾ ത്രൂ ഔട്ട് തെറാപ്പി ECG ട്രേസ് ചെയ്യണം. ബിക്കോസ് ദർ ഇസ് ചാൻസ് ഫോർ വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ, ECG വേരിയേഷൻസ് ഉണ്ടാകാൻ, ഡിസരിത്മിയാസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പേഷ്യൻ്റ് ഗിഡിനെസ്സും ഡിസ്നെസ്സും ഹെഡേക്കും ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എപ്പോഴും നമ്മൾ ഒരു എമർജൻസി റെസിസ്റ്റേഷൻ എക്യുപ്മെൻറ്റ്സ് അവിടെ റെഡി ആയിട്ട് അവൈലബിൾ ആയിരിക്കണം. ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അരിത്മിയാസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇതെല്ലാം അത്ര കോമൺ അല്ല, എന്നാൽ പോലും ഇറ്റ്സ് എക്സ്പെക്റ്റഡ്, ഇറ്റ് ക്യാൻ ഒക്കർ അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത്രയും കോൺഷ്യസ് ആയിട്ട് മാത്രമേ നമ്മൾ പേഷ്യൻറ്റിന് ഈ ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് വി ഷുഡ് നോട്ട് അലൗ ദ പേഷ്യൻറ്റ് ടു വാക്ക് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ മെഡിസിൻ അഡ്മിനിസ്ട്രേഷൻ. ആൻഡ് വി ഷുഡ് ഇൻഫ്യൂസ് ദിസ് ഡ്രഗ് വിത്തിൻ 1 or 2 hours only. ഡോണ്ട് പുഷ് ദിസ് മെഡിസിൻ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇവിടെ നോക്കൂ, 1 hour ഇൻഫ്യൂസ് ചെയ്ത് പേഷ്യൻറ്റിനെ നടക്കാൻ സമ്മതിക്കാമോ? ഇല്ല. പകരം നമുക്ക് എന്ത് ചെയ്യണം? 1 hour എടുത്ത് അഡ്മിനിസ്റ്റർ ചെയ്ത്
പേഷ്യൻ്റ് ഇവിടെ സുപ്പൈൻ പൊസിഷനിലാണ്, കാരണം എന്ത് എമർജൻസിയും അവിടെ പെട്ടെന്ന് ഉണ്ടാകാം. അതുകൊണ്ട് സുപ്പൈൻ പൊസിഷനിലായിരിക്കണം. മറ്റ് പൊസിഷൻസ് റിക്ലൈനിങ് പൊസിഷനോ അല്ലെങ്കിൽ IV പുഷ് 15 മിനിറ്റ്സിൽ ചെയ്യുന്നതോ കറക്റ്റ് ആൻസർ അല്ല. കറക്റ്റ് ഓപ്ഷൻ 2, ഇൻഫ്യൂസ് ഓവർ 1 hour with the client in supine position. Now you understood what is meant by pentamidine. Okay, correct option 2. ഇവിടെ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത് സെയിം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. IV പെൻറ്റമിഡിൻ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഫംഗൽ ആൻറ്റി പ്രോട്ടോസോവൽ മെഡിക്കേഷൻ ആണ്. ഇൻഫ്യൂസ്ഡ് ഓവർ 1 hour വിത്ത് ദ ക്ലയൻറ്റ് സുപ്പൈൻ ടു മിനിമൈസ് സിവിയർ ഹൈപ്പോടെൻഷൻ. അവിടെ ഹൈപ്പോടെൻഷൻ പെട്ടെന്ന് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ സുപ്പൈൻ പൊസിഷൻ കൊടുക്കുന്നത്. അതുപോലെ എന്ത് എമർജൻസി വന്നാലും പെട്ടെന്ന് അത് മീറ്റ് ചെയ്യണം. കണ്ടിന്യൂസ് ECG മോണിറ്ററിങ്, കാർഡിയാക് മോണിറ്ററിങ് വേണം. ബാക്കിയുള്ളതെല്ലാം പൊസിഷൻസ് കറക്റ്റ് അല്ല, അല്ലെങ്കിൽ മെഡിസിൻ അഡ്മിനിസ്ട്രേഷൻ്റെ ലെങ്ത് ഓഫ് ടൈം അവിടെ കറക്റ്റ് അല്ല. അതുകൊണ്ടാണ് മറ്റ് ഓപ്ഷൻസ് എല്ലാം തെറ്റായി മാറിയത്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് നമുക്ക് 18ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഡ്യൂറിങ് ദ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ്, ഓക്കെ, ദ ക്ലയന്റ് ഹൂ അണ്ടർവെന്റ് എ പെൽവിക് എക്സെൻട്രേഷൻ. വാട്ട് ഈസ് മീൻ ബൈ എക്സെൻട്രേഷൻ? ദാറ്റ് മീൻസ് എക്സെൻട്രേഷൻ മീൻസ് വി ആർ ടേക്കിംഗ് ഔട്ട് സം പാർട്സ്. അവിടെ റിമൂവൽ ഓഫ് സം പാർട്സ്, അതിനെയാണ് എക്സെൻട്രേഷൻ എന്ന് പറയുന്നത്. പെൽവിക് എക്സെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ പെൽവിക് ഏരിയയിൽ നിന്ന്, പെൽവിക് ക്യാവിറ്റി അല്ലെങ്കിൽ പെൽവിക് ഏരിയയിൽ നിന്ന് സം ഓർഗൻസ് ഓർ സം പാർട്സ് ബി റിമൂവ്ഡ്. പേഷ്യന്റിന്റെ പെൽവിക് എക്സെൻട്രേഷൻ സർജറി കഴിഞ്ഞ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിലാണ് പേഷ്യന്റ് അവിടെ കാഫ് ഏരിയയിൽ, കാലിന്റെ കാഫ് ഏരിയയിൽ, കാഫ് മസിൽസിൽ പെയിൻ ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ആക്ഷൻ ആയിരിക്കും ഉടനെ എടുക്കുന്നത്? വാട്ട് ആക്ഷൻ വുഡ് ദ നേഴ്സ് ടേക്ക്? ഇവിടെ ഒരു ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. വാട്ട് ആക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഓപ്ഷൻ ആയിരിക്കും ഇവിടെ കറക്റ്റ്. നമുക്കൊന്ന് ഓപ്ഷനിലോട്ട് പോകാം. പേഷ്യന്റിന് പെൽവിക് എക്സെൻട്രേഷൻ എന്നുള്ള സർജറിയാണ് കഴിഞ്ഞത്. കാഫ് മസിൽസിന്, കാലിലുള്ള കാഫ് മസിൽസിനാണ് പെയിൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ, ആസ്ക് ക്ലയന്റ് ടു വാക്ക് ആൻഡ് ഒബ്സർവ് ദ ഗെയ്റ്റ്. അതായത് പേഷ്യന്റിനോട് ആ വേദന വെച്ചിട്ട് നടക്കാൻ പറയുക, എന്നിട്ട് നമ്മൾ പേഷ്യന്റിന്റെ ആ ഒരു മൂവ്മെന്റും ബാലൻസും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്, ലൈറ്റ്ലി മസാജ് കാഫ് ഏരിയ. എവിടെയാണോ വേദന കിട്ടുന്നത് അവിടെ ഒന്ന് കാഫ് മസിൽസ് അവിടെ എന്ത് ചെയ്യുക, ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് വേദന ഒന്ന് റിലീവ് ചെയ്യിപ്പിക്കുക. മൂന്നാമത്, ചെക്ക് കാഫ് ഏരിയ ഫോർ ടെമ്പറേച്ചർ, കളർ ആൻഡ് സൈസ്. അവിടെ എന്ത് ചെയ്യുക, എവിടെയാണോ വേദന വരുന്നത് ആ ഭാഗം നമ്മൾ ടെമ്പറേച്ചറും കളറും സൈസും ചെക്ക് ചെയ്യുക. ഒപ്പം തന്നെ അടുത്തൊരു ഓപ്ഷൻ തന്നിരിക്കുന്നത് അഡ്മിനിസ്റ്റർ ആസ് നീഡ്, ആസ് പെർ നീഡ്സ് മോർഫിൻ സൾഫേറ്റ്. അതായത് നമ്മുടെ ഒപ്പിയോയിഡ്സിൽ വരുന്ന മോർഫിൻ സൾഫേറ്റ്, അതായത് സിവിയർ പെയിന് കൊടുക്കുന്ന മോർഫിൻ സൾഫേറ്റ് അഡ്മിനിസ്റ്റർ ചെയ്യുക. പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിനാണ്, അവിടെ നമ്മൾ ആ മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നു. ഇതിൽ ഏതായിരിക്കും നിങ്ങൾ കറക്റ്റ് ഓപ്ഷനായിട്ട് എടുക്കുന്നത്? പെൽവിക് എക്സെൻട്രേഷൻ റിപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിലുള്ള ഒരു പേഷ്യൻ്റ് കാഫ് മസിൽ പെയിൻ പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അവിടെ ആ കാഫ് മസിൽ ഏരിയ മസാജ് ചെയ്യുകയോ പേഷ്യൻറ്റിനോട് നടക്കാൻ പറയുകയോ അല്ല, പകരം ആ കാഫ് ഏരിയ എന്ത് ചെയ്യുക, ടെമ്പറേച്ചറും കളറും സൈസും ഒബ്സർവ് ചെയ്യുക. വി ഷുഡ് നോ വെദർ ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റിംഗ് എനി കോംപ്ലിക്കേഷൻ. ബിക്കോസ് വെൻ ദിസ് പേഷ്യൻറ്റ് അണ്ടർവെന്റ് ദിസ് ടൈപ്പ് ഓഫ് സർജറി ദർ ഇസ് എ ചാൻസ് ഫോർ കോംപ്ലിക്കേഷൻസ് ലൈക്ക് ഡീപ്പ് വെയിൻ ത്രോംബോസിസ്, DVT ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പൾമണറി എംബോള ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ വൂണ്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സോ പെയിൻ ഇൻ കാഫ് ഏരിയ എന്ന് പറഞ്ഞാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ആണ്. അങ്ങനെയാണെങ്കിൽ എവിടെയാണോ വേദന എടുക്കുന്നത് അവിടെ കളറും ടെമ്പറേച്ചറും സൈസ് ഓഫ് ദ കാഫ് മസിൽസും എല്ലാം അവിടെ ചേഞ്ചസ് ഉണ്ടാകും. അതിൽ നിന്ന് നമുക്ക് എന്താണ് ഈ ഒരു പെയിനിന് കാരണം, അല്ലെങ്കിൽ ഇഫ് ദർ ഈസ് എനി റിസ്ക് ഫോർ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് വി ക്യാൻ ഐഡന്റിഫൈ ഇയർലി ആൻഡ് വി ക്യാൻ ട്രീറ്റ് ഇറ്റ് പ്രോപ്പർലി. ആൻഡ് ഇഫ് യു ആർ ടെല്ലിംഗ് ദ പേഷ്യൻറ്റ് ടു വാക്ക് or if you are massaging that area, it will lead to complication. കാരണം അവിടെ എന്താണോ ക്ലോട്ട്, DVT എന്ന് പറഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഭാഗത്തോടെ ക്ലോട്ട് ഫോം ചെയ്തിട്ടുണ്ടാകും. when we are massaging or when this client is walking, it will move to സർക്കുലേഷനിലോട്ട് മുയിനസ് റിട്ടേണിലോട്ട് പോവുകയും അത് നമ്മുടെ ഹാർട്ടിലോട്ട് ബ്ലോക്ക് ആക്കുകയും പൾമണറി സർക്കുലേഷനെ ബ്ലോക്ക് ആക്കുകയും ഒക്കെ ചാൻസ് ഉണ്ട്. പൾമണറി എംബോള ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അവിടെ നമുക്ക് പെയിനിന് മെഡിസിൻ കൊടുക്കാം, പക്ഷെ ഇവിടെ നമുക്ക് അപ്രോപ്രിയേറ്റ് എന്താണ് അതിൻ്റെ റീസൺ എന്നറിയുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞത് ഓപ്ഷൻ 3, ചെക്ക് കാഫ് ഏരിയ ഫോർ ടെമ്പറേച്ചർ, കളർ
ആൻഡ് സൈസ്. അപ്പൊ ഇതൊന്നും അറിയാത്ത ഒരാളാണ് സാധാരണ എന്ത് പറയും, ഓ പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ ഇല്ലേ, സോ വി വിൽ ഗീവ് മോർഫിൻ സൾഫേറ്റ് എന്നുള്ള ഓപ്ഷനാണ് കൂടുതലും ചാൻസ് തിരഞ്ഞെടുക്കാൻ. പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് ഈ ഒരു തേർഡ് ഓപ്ഷൻ ആയത് നിങ്ങൾക്ക് മനസ്സിലായി. ബിക്കോസ് പെൽവിക് എക്സെൻട്രേഷൻ അവിടെ ഡീപ്പ് വെയിൻ ത്രോംബോസിസും പൾമണറി എംബോളിയും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണോ ഈ കാഫ് മസിൽ പെയിൻ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാഫ് ഏരിയയുടെ ടെമ്പറേച്ചറും കളറും സൈസും ഒക്കെ ചെക്ക് ചെയ്യുന്നത്. അണ്ടർസ്റ്റുഡ്? നെക്സ്റ്റ് 19ാമത്തെ ക്വസ്റ്റ്യൻ. എ ഫിസിഷ്യൻ പ്രിസ്ക്രൈബ്സ് അസെറ്റമിനോഫിൻ. നിങ്ങൾക്കറിയാം അസെറ്റമിനോഫിൻ എന്ന് പറഞ്ഞാൽ പാരസെറ്റാമോൾ ആണ്. അസെറ്റമിനോഫിൻ ലിക്വിഡ് ഫോം 450 mg 450 mg ആണ് അവിടെ പ്രിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞത്. ഓറലി എവറി 4 hours. എപ്പോഴൊക്കെ കുഞ്ഞിന് പനിയുണ്ടോ അല്ലെങ്കിൽ ഫീവർ ഉണ്ടോ അല്ലെങ്കിൽ പെയിൻ ഉണ്ടോ അപ്പോഴും നമ്മൾ ഓരോ 4 മണിക്കൂർ ഇടവിട്ട് 450 mg അസെറ്റമിനോഫിൻ കൊടുക്കാൻ പറഞ്ഞു. എന്തിനാണ്? മൈനർ അരിത്മിക് ഹാൻഡ് പെയിൻ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ മെഡിസിൻ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്ക് മെഡിസിൻസ് എടുത്ത് നോക്കിയപ്പോൾ ഓരോ 5 ml എന്ന് പറയുന്നത് എത്രയാണെന്ന് മനസ്സിലായി? 5 ml എന്ന് പറയുന്നത് 160 mg, അതായത് 160 mg എന്ന് പറയും. നമ്മൾ ആ ഒരു ലിക്വിഡിൽ നിന്നും 5 ml എടുത്താൽ അതിൽ 160 mg ഉണ്ടെന്ന് പറഞ്ഞു. എങ്കിൽ ഇതിൽ നിന്നും സ്റ്റോക്ക് സൊല്യൂഷന് എത്ര ml എടുത്താൽ നമുക്കവിടെ ആ ഒരു ഡോസ് 450 mg ആകും? എന്താണ് ഫോർമുല? നിങ്ങൾക്ക് ഇതിന്റെ ഫോർമുല അറിയായിരിക്കും. ഡിസൈഡ് ഡോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണോ പേഷ്യന്റിന് കൊടുക്കേണ്ട ഡോസ്, അതാണ് ഡിസൈഡ് ഡോസ് എന്ന് പറയുന്നത്. അത് എത്രയാണ്? 450 mg ആണ്. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് വോളിയം എത്രയാണ്? 5 ml വീതമാണ്. 5 ml എന്ന് പറഞ്ഞാൽ 160 mg ആണ്. ഇത് കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. ഇവിടെ നോക്കൂ, ഡിസൈഡ് ഇൻറ്റു വോളിയം ബൈ അവൈലബിൾ, അതായത് ഡിസൈഡ് ഡോസ് ഇൻറ്റു അവൈലബിൾ വോളിയം ബൈ അവൈലബിൾ ഡോസ്. ഓക്കെ, അതിന്റെ ഡോസ് അവിടെ നമ്മൾ നോക്കുമ്പോൾ എത്ര ഇത് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ 450 ഇൻറ്റു 5 ബൈ 160. 450 അവിടെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 14 എന്നുള്ള ആൻസർ. 14 ml മെഡിസിൻ എടുക്കുമ്പോഴാണ് നമുക്ക് അവിടെ 450 mg അവിടെ കിട്ടുന്നത്. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർമുല ഫോർ നഴ്സസ് വെൻ വി ആർ ഗിവിംഗ് സം മെഡിസിൻ. ദാറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ടു ഗീവ് ഫോളോ ഓൾ റൈറ്റ്സ് ഓഫ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ. കറക്റ്റ് ഡോസ് ആയിരിക്കണം, കറക്റ്റ് റൂട്ട് ആയിരിക്കണം, കറക്റ്റ് പേഷ്യൻ്റ് ആയിരിക്കണം, റൈറ്റ് ആയിട്ട് അതിൻ്റെ മെഡിസിൻസ് എല്ലാം ചെക്ക് ചെയ്ത് മാത്രമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. അവിടെ നമുക്ക് ഏകദേശം ഡോസ് കൊടുക്കാൻ പറ്റത്തില്ല, കറക്റ്റ് ഡോസ് തന്നെ നമ്മൾ കൊടുക്കണം. എത്രയാണോ ഡോസ് ഡോക്ടർ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് അത് ഇൻറ്റു എത്രയാണോ നമ്മുടെ കയ്യിലുള്ള മെഡിസിൻ്റെ ഡോസ്, അതിൻ്റെ വോള്യം 5 ml, അതിൽ ആ 5 ml ഉള്ള വോള്യം അനുസരിച്ച് എത്രയാണോ അതിൻ്റെ ഡോസ് അത് കീഴെ അവൈലബിൾ ഡോസ് എത്രയാണോ ഇൻറ്റു ഈക്വൽ അവിടെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 14 ml എന്നുള്ള വാല്യൂ അവിടെ കിട്ടുകയും ചെയ്യും. സോ വെൻ വി ആർ ഗിവിംഗ് 40 ml acetaminophen, ദിസ് പേഷ്യൻറ്റ് വിൽ ഗെറ്റ് 450 mg for acetaminophen. Okay, so this is the correct answer. Next, 20th question. The client with atrial fibrillation, okay, you know this is an dysarrhythmia. Atrial fibrillation is prescribed with Sotalol AF. Sotalol എന്ന് പറഞ്ഞ drug is a drug. Okay, ഡ്രഗ് ആണ്, ടാബാണ് സോട്ലോൾ എന്ന് പറയുന്നത്. അവർ ഇഞ്ചക്ഷൻ ആയിട്ട് അവൈലബിൾ ആണ്. ഏട്രിയൽ ഫിബ്രിലേഷൻ ഉണ്ട്. വിച്ച് അസസ്മെന്റ് ഫൈൻഡിങ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ക്ലയന്റ് ഈസ് എക്സ്പീരിയൻസിങ് ആൻഡ് അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് ദ മെഡിക്കേഷൻ. അനദർ ഇമ്പോർട്ടൻറ്റ് ഫാർമക്കോളജിക്കൽ ക്വസ്റ്റ്യൻ, ഫാർമക്കോളജിയിൽ നിന്നുള്ള അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ ഏട്രിയൽ ഫിബ്രിലേഷൻ അല്ല പ്രാധാന്യമുള്ളത്, പകരം നമ്മുടെ സോട്ലോൾ എന്നുള്ള ഡ്രഗിനാണ് പ്രാധാന്യം വരുന്നത്. സോട്ലോൾ എന്നുള്ള ഡ്രഗിന്റെ അഡ്വേഴ്സ് എഫക്റ്റ് അറിയാമെങ്കിൽ മാത്രമേ നമുക്കിവിടെ ഇതിന്റെ ആൻസർ എഴുതാൻ പറ്റത്തുള്ളൂ. എന്തൊക്കെ ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്? ഡ്രൈ മൗത്ത്, ഡയഫോറസിസ്, ഡിഫിക്കൽട്ടി സ്വോലോവിങ്, ഡിസ്നസ് ആൻഡ് ഫീലിംഗ് ഫെയിൻറ്റ്. നമുക്ക് എന്നാൽ സോട്ലോൾ എന്താണെന്ന് നോക്കാം. ഇവിടെ നോക്കൂ, സോട്ലോളിൻ്റെ ഡീറ്റെയിൽസ്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാം വായിക്കണമെന്നില്ല, ഇപ്പോൾ ഇതെല്ലാം വായിക്കണമെന്നില്ല. അല്ല, നിങ്ങൾക്ക് ഈ ഡ്രഗിനെ കുറിച്ച് കംപ്ലീറ്റ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഒന്ന് വായിക്കുക. എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ടുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. സോട്ലോൾ എന്ന് പറയുന്നത് ഒരു എന്ത് ക്ലാസിഫിക്കേഷൻ വരുന്നതാണ്? ആൻറ്റി അരിത്മിക് മെഡിസിൻസിൽ വരുന്നതാണ്. പ്രധാനമായിട്ട് വെൻട്രിക്കുലർ അരിത്മിയാസിനും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നോർമൽ സൈനസ് റിതം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ പേഷ്യൻറ്റിന് സോട്ലോളാണ് അവിടെ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കവിടെ അതിൻ്റെ അഡ്വേഴ്സ് ഇഫക്ട്സ് നോക്കാം. ആങ്സൈറ്റി, ഡിപ്രഷൻ, ഡിസ്നസ്, ഡ്രൗസിനെസ്, ഫെറ്റിക്, ഇൻസോംനിയ, ലഥാർജി, നെർവസ്നെസ്,
വീക്ക്നെസ് ഇതൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിലായാലും AV കണ്ടക്ഷൻ, ഏട്രിയോവെൻട്രിക്കുലർ കണ്ടക്ഷൻ ഡിസോർഡേഴ്സും അതുപോലെ ബ്രാഡികാർഡിയോ, ഹാർട്ട് ഫെയിലൂർ, ഹൈപ്പോടെൻഷൻ ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നാസൽ കഞ്ചഷൻ ഉണ്ടാകാം. എൻഡോക്രൈനിലെ ഹൈപ്പർഗ്ലൈസീമിയോ ഹൈപ്പോഗ്ലൈസീമിയോ ഉണ്ടാകാം. അബ്ഡോമിനൽ പെയിനോ കോൺസ്റ്റിപ്പേഷനോ ഡയേറിയോ ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. മസിൽ വീക്ക്നെസ് ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. ഡിസ്നിയ, വീസിങ് ഇവ ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. ഇനി ക്വസ്റ്റ്യനിലോട്ട് പോകൂ. ക്വസ്റ്റ്യനിൽ ഇവിടെ ഏതാണ് നമ്മളിപ്പോൾ വായിച്ചതിൽ ഏതൊക്കെ സൈഡ് എഫക്ട്സ് അവിടെ പറയുന്നത്? ഡ്രൈ മൗത്ത് പറഞ്ഞോ? ഇല്ല. എക്സ്ട്രീം സ്വെറ്റിംഗ് പറഞ്ഞോ? ഇല്ല. ഡിഫിക്കൽട്ടി ഇൻ സ്വോളോയിങ് പറഞ്ഞോ? ഇല്ല. എന്നാൽ ഡിസ്നെസ്സും ഫീലിംഗ് ഫെയിൻറ്റ്, കാരണം ഇവിടെ പേഷ്യന്റിന് ടയർനെസ്, സിയനസ് സിസ്റ്റത്തിൽ എന്ത് ചെയ്യും, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഡിസ്നെസ്, ഡ്രൗസിനെസ്, ഫെറ്റിക്, വീക്ക്നെസ്, നെർവസ്നെസ്, ലെതാർജി ഇതുണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ വി ഷുഡ് know what is the side effects of sotalol, dizziness and feeling faint. It's a very common side effect of sotalol. Atrial fibrillation sotalol കൊടുക്കുന്നു, അവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അഡ്വേഴ്സ് എഫക്റ്റ് എന്താണ്? ഡിസ്നെസ്സും ഫീലിംഗ് ഫെയിൻറ്റഡ് ആണ്. ഓക്കെ, അതർ ഓപ്ഷൻസ് ആർ റോങ്. സോ ഇവിടെ നമ്മുടെ ഈ ഒരു 5 ക്വസ്റ്റ്യൻ, ഇന്നത്തെ 5 ക്വസ്റ്റ്യൻ ഇവിടെ തീരുകയാണ്. ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് RN എന്നുള്ള NCLEX RN എന്നുള്ള ഒരു ലക്ഷ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ ഒരു സീരീസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ കമൻറ്റ്സ് എഴുതാൻ മറന്നു പോകരുത്. അതുപോലെ എല്ലാവരും ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കുക. എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുമോ? നിങ്ങൾ എല്ലാ തിയറി പോയിന്റുകളും ഒന്നും പഠിക്കേണ്ട കാര്യമില്ല, പക്ഷെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടുള്ള തിയറി പോയിന്റുകളൊന്ന് നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചു പോവുക. ദാറ്റ് വിൽ ബി മോർ ദാൻ ഇനഫ് ടു ക്രാക്ക് NCLEX RN. ഓക്കെ, എപ്പോഴും ഉറച്ച വിശ്വാസത്തോടെയുള്ള തുടർച്ചയായ പഠനമാണ് നിങ്ങളെ ആ ഒരു ലക്ഷ്യത്തിലോട്ട് കൊണ്ടെത്തിക്കുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.